ഹായ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു സാധാരണ യൂറോപ്യൻ ക്ലോസറ്റിൽ നമ്മൾക്ക് എപ്പോഴും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ ലീക്ക്. അപ്പോൾ ആ ലീക്കിൻ്റെ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു 7 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 700 രൂപയുടെയെങ്കിലും ലാഭം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു രൂപയുടെ ആവശ്യം പോലും ഇല്ലാതെ നമ്മൾ പ്രകൃതിയിലുള്ള നല്ല ശുദ്ധമായ ജലം വെറുതെ ക്ലോസറ്റിലേക്ക് ഒഴിവാക്കുന്നതിനേക്കാളും നല്ലതാണ് നമുക്കൊരു 7 മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നന്നാക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ ഫ്ലോട്ട് വാൾവിൻ്റെ ഉള്ളിലുള്ള വാഷറിൻ്റെ ലീക്ക്, വാഷറിലൊക്കെ ചളി അടയുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള ലീക്കുകൾ വരാനുള്ള സാധ്യത. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലഷ് ചെയ്യുന്ന അതിൻ്റെ ഉള്ളിലൊരു വാഷറുണ്ട്. ആ വാഷർ കംപ്ലൈൻറ്റ് വന്നാലും ഒരു ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫ്ലോട്ട് വാൾവിൻ്റെ ഉള്ളിലുള്ള വാഷറിൽ ചളി അടഞ്ഞിട്ട് ഈ വെള്ളം ഓവർഫ്ലോ ആവുന്നതാണ്. അത് ഇതിൻ്റെ ടോപ്പ് കഴിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിൽ വെള്ളം ഓവർഫ്ലോ പൈപ്പിൻ്റെ ഉള്ളിലൂടെ താഴത്തേക്ക് ഒഴുകുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിനി ഫ്ലഷിൻ്റെ വാൾവ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെള്ളം കുറവുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ കപ്പ് ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലഷ് ടാങ്കിൽ ഉണ്ടായിരിക്കുന്ന വെള്ളത്തിൻ്റെ സ്റ്റോറേജിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഒരു 15 ലിറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് 10 ലിറ്റർ കപ്പാസിറ്റിയിലേക്ക് താഴ്ത്തി വെക്കാൻ കഴിയും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ 2, 3, 5 ലിറ്റർ വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആക്കുക എന്നുള്ളതൊക്കെ നോക്കുമ്പോഴേ. അപ്പോൾ നമുക്കിതുപോലെയാണ് ഇതിന് വെള്ളത്തിൻ്റെ സ്റ്റോറേജിൻ്റെ ഒരു കൺട്രോളിങ് വാൾവാണത്. അപ്പോൾ അത് നമുക്ക് താത്തി വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം ഒക്കെ കുറവുള്ള പ്രദേശങ്ങളാകുമ്പോൾ നമുക്ക് വെള്ളത്തിന് നമുക്ക് വെള്ളം കിട്ടും, വെള്ളം സേവ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മളെ ഈ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വാഷറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഞാൻ ഏതായാലും ഒരു വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു നട്ടുണ്ട്. ആ നട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒക്കെ ടൈറ്റായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഈ ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊന്നും പൈപ്പ് റേഞ്ച് പോലത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൈറ്റിങ് അല്ല ഉണ്ടാവുക. ഇതൊരു സാധാരണ രീതിയിലുള്ള ഒരു കൈകൊണ്ട് നമുക്ക് അയച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലോട്ടിൻ്റെ ബോൾ ജസ്റ്റ് താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഫ്ലോട്ടിൻ്റെ ബോൾ താഴ്ത്തി വെച്ചതിന് ശേഷവും നമുക്ക് ഈ വെള്ളം പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലോട്ട് വാൾവിൻ്റെ ഉള്ളിലുള്ള വാഷറിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഈ വെള്ളം നിൽക്കുന്നില്ല. ഞാൻ അതുകൂടെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ചെയ്തത്, താത്തി വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള നെറ്റ് നമ്മൾ ജസ്റ്റ് ഊരിയിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അത് ഈ നമ്മളെ ഫ്ലോട്ട് വാൾവ് നമുക്ക് ഊരി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതേപോലെയാണ് ഉണ്ടാവുക. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ശരിക്കും മനസ്സിലാവേണ്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നെറ്റ്. ഈ നെറ്റ് ജസ്റ്റ് കൈ കൊണ്ട് തിരിക്കാനുണ്ട്, അതിനൊരു പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഊരാൻ പറ്റും ഈ ഒരു നെറ്റ്. വലിയൊരു പ്രയാസമൊന്നുമില്ല. അതിങ്ങനെ കഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു സാധനം വേണം, നമ്മളെ കൈ കൊണ്ട് തന്നെ ഊരി ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് മെക്കാനിക്സം ചെയ്യാൻ പറ്റിയ സംഗതികളാണ് കമ്പനികൾ മൊത്തം ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല മോഡൽ മോഡലുകൾക്ക് പല വ്യത്യാസം ഉണ്ട് എങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള മെക്കാനിസം ഈ ഒരു ബോൾ പൊന്തുന്ന സമയത്ത് വെള്ളം സ്റ്റോപ്പ് ആവുക എന്നുള്ള ഒരു ഫങ്ഷൻ മാത്രമാണ് ഉള്ളത്. അത് മാത്രം നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മതി. ഇനി അടിയിൽ കൂടെ വെള്ളം കൊടുക്കുമ്പോൾ ഈ ടാങ്ക് വെള്ളം നിറയുന്ന സമയത്ത് ഈ ബോൾ ജസ്റ്റ് പൊന്തും. ആ പൊന്തുന്ന സമയത്ത് വെള്ളം സ്റ്റോപ്പ് ആവുക. അതാണ് എല്ലാ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലുള്ള മെക്കാനിസവും. പക്ഷേ പല മോഡലുകൾക്കും വ്യത്യസ്ത രീതിയിലാണ് വരിക. നമ്മളെ ഓരോരോ മോഡലുകൾക്ക് വ്യത്യാസമുണ്ട്. ചിലതിന് മുകളിലായിരിക്കും വാഷർ ഉണ്ടായിരിക്കുക. അപ്പോൾ പലതും നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ മെക്കാനിസം നമുക്ക് ഇതിൽ ശരിക്കും തന്നെ മനസ്സിലാക്കി തരാം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മളെ ഓരോ സാധനങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇതുപോലെ തന്നെ ഇതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പലതിനും മാറ്റം ഉണ്ടാവും. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ശരിക്കും നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫ്ലോട്ട് ബോളിൻ്റെ ആ ലിവറാണ്, അത് പൊന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിവറാണ്. നമ്മളാ ക്ലിപ്പിൻ്റെ മുകളിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കാവുന്നത്. ഇതിപ്പോൾ നമ്മളെ താഴ്ത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചില്ലേ ഈ ബോൾ, അതൊരു ത്രെഡ് ടൈപ്പ് പോലത്തെ ഒരു സാധനമാണ്. അത് നമുക്ക് എത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിലും താഴ്ത്താം. നമ്മളത് വീട്ടിലൊക്കെ ശ്രദ്ധിക്കുന്നതല്ല, ഒരുപാട് വെള്ളം വേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ലതാണ് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നത്. ഒരുപാട് വെള്ളം വേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടിയും കണ്ടോ,
ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂളായിട്ട് പോകുന്നത്. ഇതിനുള്ളിൽ കണ്ടില്ലേ ചളി നല്ല അടിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ അതിൽ അതേപോലെ തന്നെ ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തൊക്കെ ഉണ്ടാവും. ആ വാഷർ നമ്മളിങ്ങോട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മളത് ക്ലീൻ ആക്കിയിട്ട് അത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. നിങ്ങൾക്കത് ഫിറ്റ് ചെയ്യാൻ വല്ല പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഊരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്യാമറ വെച്ചിട്ടൊന്ന് ഓണാക്കി വെക്കുക. അതായത് വാഷർ മറിയുന്നുണ്ടോ തിരിയുന്നുണ്ടോ എന്നൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ക്യാമറ ഓണാക്കിയിട്ട് ഊരുന്ന സമയത്ത് ജസ്റ്റ് അവിടെ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വാഷറിൻ്റെ പൊസിഷനൊക്കെ നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. സിമ്പിളായിട്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ടൈറ്റിങ് കണ്ടില്ലേ, ഒരു സിമ്പിൾ മെത്തേഡാണ്. ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കുക, അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അത് ആ ചളി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ചളി ഉണ്ടിട്ട് പോലും ഇത് ലീക്കാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും ചെറിയ ഇതിനെ പോലും അത് തടഞ്ഞ് നിർത്തും. അത്രയും പവറാണ് ആ ചെറിയൊരു വാഷറിന്. സാധാരണ പഴയ ഓൾഡ് മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ വാഷറൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ ഇതൊരു നമ്മുടെ പുതിയ മോഡൽ ആയതുകൊണ്ട് ഇതിന്റെ വാഷറൊക്കെ നല്ല അതിനുശേഷം നമ്മൾ അതിലേക്ക് കറക്റ്റ് പ്രസ് ചെയ്ത് കാണിച്ചു തന്ന മാതിരി അപ്പോൾ അതുകൊണ്ട് വാഷറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മളൊരു ലീക്ക് വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടിൽ ഏകദേശം ഒരു ദിവസം ഒരു 5-10 ലിറ്റർ ലീക്കായിട്ട് വെള്ളം പോകാൻ വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഒരു 100-300 ലിറ്റർ വെള്ളം നമുക്ക് ഇതുപോലെ നമ്മുടെ സെപ്റ്റിക് ടാങ്കിലേക്ക് ഒരു ആവശ്യമില്ലാതെ വെറുതെ ലീക്കായിക്കൊണ്ട് പോകും. കറണ്ട് ബില്ല് കൂടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് ഫാൾട്ടുകൾ നമ്മൾ കണ്ടെത്താറുണ്ട്. ഫ്ലഷ് ടാങ്കിൻ്റെ ലീക്ക് ശ്രദ്ധിക്കാതെ അങ്ങനെ വെള്ളം അങ്ങനെ ലീക്കായിക്കൊണ്ടേ നിൽക്കും. വെള്ളം രാവിലെ ആകുമ്പോൾ തീർന്നു പോകാന്നൊക്കെ പറയുന്ന വിഷയത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഈ ലീക്ക് നമുക്ക് സ്വയം ഒന്ന് ജസ്റ്റ് നമ്മൾ വീട്ടിലെല്ലാം നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റുകൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ ഒരു കപ്പാണല്ലേ, ഈ ഒരു കപ്പ് തന്നെ നമ്മളെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുക്കിയിട്ട് പൊന്തി വരുന്നൊരു സിസ്റ്റം കണ്ടിട്ടില്ല. നമ്മളൊരു കുപ്പി ഗ്ലാസ് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മുകളിലേക്ക് പ്രഷറായിട്ട് പൊന്തുന്നത്. അതുപോലെ ഒരു എയർ ടൈറ്റ് സിസ്റ്റമാണിത്. അത് ആ ലിവറിൻ്റെ മുകളിൽ വെച്ചാൽ അടിയത്തെ ലിവറിനെ പൊന്തിക്കുക എന്ന് മാത്രമാണ് അവിടെ ഉള്ളൊരു സംഭവം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.